ഹായ് ഹലോ വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് ഇളനീർ വെള്ളത്തിൽ 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഇതേ സമയത്ത് തന്നെ നമുക്ക് പാലും തിളപ്പിക്കാൻ വെക്കണം. ചൈന ഗ്രാസും പാലും ഒരേ ടൈമിൽ തന്നെ വേണം തിളപ്പിച്ചെടുക്കാൻ. പാല് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കും. കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. ചൈന ഗ്രാസ് ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി പാല് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് തുടക്കക്കാർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളനീരിൻ്റെ പൾപ്പ് 1/4 കപ്പ് പാലിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു ഇളനീർ വെച്ചിട്ടാണ് പുഡിംഗ് റെഡിയാക്കിയിട്ടുള്ളത്. പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇളനീരിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസും 2 കപ്പ് പാലും എന്ന ക്വാണ്ടിറ്റിയിലെടുക്കാം. ചൂടോടെ തന്നെ ഞാനിത് ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ ബദാമും നട്ട്സും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.